നമസ്കാരം. ഈ റെക്കോർഡിംഗ് സമയത്തും നമ്മൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന MSC അന്ന വാർഫിൽ കയറിയിട്ടില്ല. ഇത്രയും ദിവസത്തിനകം കൊളംബോയിൽ 4 കപ്പലുകൾ പോയി. സിംഗപ്പൂരിലോട്ട് ഒരെണ്ണം പോയി, നിങ്ബോയിലോട്ട്, ചൈനയിലെ നിങ്ബോയിലോട്ട് ഒരെണ്ണം പോയി, സലാലയിലോട്ട് ഒരെണ്ണം പോയി, പോർച്ചുഗലിലോട്ട് ഒരെണ്ണം പോയി. ഇത്രയും രാജ്യങ്ങളിലോട്ട് ഇവിടെ നിന്നും വന്നതല്ല പറയുന്നത്, വെടിഞ്ഞത്ത് വന്ന കപ്പലുകൾ തിരിച്ച് ഇത്രയും രാജ്യങ്ങളിലോട്ട് പോയി. നമ്മുടെ ബൾബുകൾ എന്തെങ്കിലും കത്തിയോ? സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സെയിലിംഗ് കമന്ററിയുടെ തുടക്കകാലത്തൊക്കെ തുറമുഖത്തിൻ്റെ തൊഴിൽ സാധ്യതകൾ, ബിസിനസ് സാധ്യതകൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും പറയുമായിരുന്നു. പിന്നീട് ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്ന് പോർട്ടിനെതിരെ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിനെ ചെറുക്കുവാനുള്ള അമ്പുകൾ ശേഖരിച്ചു തുടങ്ങിയത്. ഇനിയും അത് വേണ്ടിവരും. ആ ഒരു നയത്തിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ പോലും എൻ്റെ ഒരു ബൾബ് കത്തിയപ്പോൾ അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നി. എൻ്റെ ഓഫ് ദ ഡേ നമുക്ക് പോർട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ലഭിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാം ലക്ഷ്യം. പോർട്ട് സംരക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് തൊഴിലുണ്ടാവണം, നമ്മുടെ കുടുംബത്തിനൊരു വരുമാനമുണ്ടാകണം, നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടതാകണം. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ഇത്രയും കപ്പലുകൾ ഇവിടെ വന്നു പോയതിൽ നിന്ന് ആർക്കെങ്കിലും കിട്ടിത്തുടങ്ങിയോ എന്നുള്ളതാണ് അന്വേഷണം. എനിക്ക് ഇന്നലെ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ ചില വിവരങ്ങളാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഇത്രയും രാജ്യങ്ങളിലോട്ട് നമ്മുടെ കപ്പലുകൾ പോയി. സാൻ ഫെർണാണ്ടോ പോയത് കൊളംബോയിലോട്ടാണ്. ഡെയ്ല അതിൻ്റെ പിന്നാലെ ഒന്ന് ഡെയ്ല കൊളംബോയിലോട്ട് പോയി. ഇതെല്ലാം പറയുന്ന മദർ വെസലുകളാണ്. പിന്നെ അഡു 5 കൊച്ചി മുണ്ട്ര കഴിഞ്ഞ് സിംഗപ്പൂരിലോട്ട് പോയി. കെയ്ലി കൊളംബോയിലോട്ട് പോയി. സ്വാപ്പ് 7 കൊച്ചി മുണ്ട്രയും കഴിഞ്ഞിട്ട്, കൊച്ചി പോയില്ല, മുണ്ട്ര കഴിഞ്ഞ് സലാലയിലോട്ട് പോയി. ക്ലോഡ് ജെറാർഡെ നേരെ പോർച്ചുഗൽ, സീസൺസ് പോർച്ചുഗൽ, ഇവ കൊളംബോയിലോട്ട് പോയി. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ, കൊളംബോ, സിംഗപ്പൂർ, സലാല, നിങ്ബോ, പോർച്ചുഗൽ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലോട്ട് നമ്മുടെ ഇവിടുന്ന് കപ്പലുകൾ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചിന്തിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് നമ്മൾ അറിയണ്ടേ? ഇത്രയും നാളും നമുക്കത് പറ്റില്ലായിരുന്നു. ഇവിടെ പോർട്ടും ഇല്ല, കപ്പലും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ കണക്ക് നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇനി മുതൽ അങ്ങനെ പാടില്ല. ഇനി മുതൽ നമ്മൾ കുറച്ച് നമ്മുടെ ബുദ്ധി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്താലേ നമുക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. വേറെ ആരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തുമില്ല. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ചില കാര്യം എനിക്ക് തോന്നിയപ്പോൾ അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ തോന്നി. പ്രധാനമായിട്ടും നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ, വലിയ വാഹനങ്ങളുമല്ല, 4 വീലറുമല്ല, 3 വീലറുമല്ല, 2 വീലേഴ്സ് നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ വളരെ സജീവമാണല്ലോ. ഓല, എതർ, പിന്നെ TVSൻ്റെ iQube, ആംബർ തുടങ്ങിയ ബ്രാൻഡുകളുണ്ടല്ലോ, ബജാജ്. ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം ഓടുന്നുണ്ട്. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ ബ്രാൻഡുകൾ ഓടുമ്പോൾ ഇതിൻ്റെ ഒരു കയറ്റുമതി സാധ്യത, ഒരു 10, 20, 25 സ്കൂട്ടർ വേണമെങ്കിൽ നമുക്കൊരു കണ്ടെയ്നറിൽ ലോഡ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് കണ്ടെയ്നർ ഡിസൈൻ ചെയ്താൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സ്കൂട്ടറുകൾ മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലോട്ട്, പോർച്ചുഗലിലോട്ടും അല്ലെങ്കിൽ കൊളംബോയിലോട്ടും, ഈവൻ കൊല്ലക്കടയിൽ തന്നെ നമുക്ക് സൂചിപ്പിക്കാം, ചൈനയിലോട്ടും ഒക്കെ എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? എപ്പോഴും സെയിലിംഗ് കൺട്രി 30 വർഷമായിട്ട് പറയുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, 30 ലക്ഷത്തോളം NRKs ഉണ്ട്, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. ആ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു സ്കൂട്ടർ വിപണി നമുക്ക് അതാത് രാജ്യങ്ങളിൽ, ആഫ്രിക്കയിലാവാം, മിഡിൽ ഈസ്റ്റിലാവാം, അതുപോലെ എവിടെയൊക്കെയാണോ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റുക അവിടെയൊക്കെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് പറയുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്കും ചില വസ്തുതകളും കൂടിയുണ്ട്. 2024 ഇന്ത്യയിൽ നിന്ന് ആകെ കയറ്റുമതി ചെയ്തത് സ്കൂട്ടർ മാത്രമാണ് എടുക്കുന്നത്, നമ്മൾ വേറെ ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ കാറായാലും ഓട്ടോറിക്ഷയായാലും മറ്റ് ബസ്സായാലും ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ 55% E2W എന്ന് പറയുന്ന
ഇലക്ട്രിക്കൽ ടു വീലേഴ്സാണ്. അപ്പോൾ ഉൽപ്പാദനം വളരെ കൂടുതലുണ്ട് ഇന്ത്യയിൽ. പക്ഷേ വിദേശ കയറ്റുമതി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ ഇയർ 24 1609 ഇത്രയും ആകെ നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റിയുള്ളൂ. അതേസമയത്ത് ലോകം മുഴുവനുമായി ചൈന കയറ്റുമതി ചെയ്തത് 15.046 മില്യൺ 150 ലക്ഷം ടു വീലറുകൾ ചൈന കയറ്റുമതി ചെയ്തു ലോകം മുഴുവനുമായിട്ട്. അപ്പോൾ ആടും പൂടയും എന്ന് പറയുന്നത് പോലെ നമ്മൾ എവിടെയും ഇല്ല. കമ്പനികൾക്ക് വലിയ ആഗ്രഹമുണ്ട്, നിർമ്മിക്കുന്ന കമ്പനികൾക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അവർ ഡൊമസ്റ്റിക് മാർക്കറ്റ് തന്നെ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ആഗ്രഹം ഇങ്ങനെയാണ്. വിത്ത് ദ ഷിഫ്റ്റ് ടുവേർഡ്സ് ഇലക്ട്രിക് മൊബിലിറ്റി, ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ആർ നൗ എക്സ്പ്ലോറിംഗ് export opportunities in emerging markets where affordability and sustainability are key requirements. കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ ആഗ്രഹിക്കുന്നു, അവരതിൻ്റെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നു. നമുക്കും എക്സ്പ്ലോർ ചെയ്യാം, തടസ്സമൊന്നുമില്ല. നമ്മൾ പറയുകയാണ്, നമ്മൾ ഇവിടുത്തെ TVS കമ്പനിയോട് അല്ലെങ്കിൽ എദർ എന്ന് പറയുന്ന കമ്പനിയോട് അല്ലെങ്കിൽ ഓല എന്ന് പറയുന്ന കമ്പനിയോട് നമ്മൾ പറയുകയാണ്, ഞങ്ങൾ ഇന്ന രാജ്യത്തെ ഒരു ഡീലർഷിപ്പ് ഞങ്ങൾ എടുക്കാം, ഞങ്ങൾക്ക് തരിക, നിങ്ങൾ ഒരു ഇത്ര സ്കൂട്ടർ അവിടെ എത്തിച്ചു തരിക, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എത്തിക്കാം, വിഴിഞ്ഞത്തുനിന്ന് ഞങ്ങൾ തന്നെ കയറ്റുമതി ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ടാൻസാനിയ, അദാനി തന്നെ അവിടെ ഒരു ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ടാൻസാനിയയിൽ നമുക്ക് ഈ സ്കൂട്ടർ വിൽക്കാം. അപ്പോൾ അവിടെ എന്താ വേണ്ടത്? അവിടെ ഒരു ഡീലർഷിപ്പ് നെറ്റ്വർക്ക് നമുക്ക് നമ്മുടെ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരാളും ടാൻസാനിയയിലിരിക്കുന്ന ഒരു മലയാളിയും, അല്ലാതുള്ളവരെയൊന്നും കൂട്ടുപിടിക്കേണ്ട തൽക്കാലം. മലയാളി ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചേർന്നുകൊണ്ട് നമുക്കൊരു ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങിയാൽ ഇവിടെ നിന്ന് നമുക്ക് സ്കൂട്ടർ കയറ്റിവിടാം, അവരവിടെ വിപണനം നടത്തണം. ഞാൻ എന്തുകൊണ്ടാണ് സ്കൂട്ടർ എന്ന് പറയുന്നത്? താരതമ്യേന റിസ്ക് കുറവാണ്, ചെറിയ വാഹനമാണ്, മുടക്കുമുതൽ കുറവാണ്. 2-3 പേർക്ക് ചേർന്നുകൊണ്ട് അങ്ങനെ ഒരു കമ്പനി ആരംഭിച്ചാൽ നമ്മുടെ ഇവിടുത്തെ കമ്പനികളിൽ പോയി നമുക്കത് ഓർഡർ എടുക്കാം. നേരിട്ട് അവർ കയറ്റിവിടുന്ന രാജ്യങ്ങളുണ്ടാവാം, ആ രാജ്യങ്ങൾ നമ്മൾ തുറണ്ട. ഇന്നലത്തെ പോലെ നമുക്ക് ഫിജിയും കിറിബതിയും അതുപോലുള്ള രാജ്യങ്ങൾ മതി. അങ്ങനെയുള്ള രാജ്യങ്ങൾ, മറ്റുള്ളതെല്ലാം ഞങ്ങൾ യൂറോപ്പ് മുഴുവൻ ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, ആയിക്കോട്ടെ. ആഫ്രിക്ക മുഴുവൻ ഞങ്ങൾ, എന്നാലും കുഴപ്പമില്ല. എന്നാൽ മൗറീഷ്യസ് ഉണ്ട്, സീഷൽസ് ഉണ്ട്, മഡഗാസ്കർ ഉണ്ട്, കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. അവിടുത്തെ ഡീലർഷിപ്പ് എടുത്തുകൊണ്ട് എന്തായാലും നമ്മുടെ ഇവിടെ നിന്നുള്ള കപ്പലുകൾ, ഫീഡർ വെസലുകൾ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം എന്തായാലും പോകും. അതുകൊണ്ട് അത്തരം ഒരു ചിന്ത ആരംഭിക്കുവാൻ എപ്പോഴും നമ്മൾ ഒരു വിമർശനത്തിൻ്റെ റിപ്പോർട്ടുകൾ തൽക്കാലം നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ക്രിയാത്മകമായി പ്രേക്ഷകരെ പ്രജ്വലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. ഓല, TVS, എദർ, ബജാജ്, ആംബറിൻ്റെ പേര് പറഞ്ഞില്ല. ഇത്രയും ആണ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മാനുഫാക്ചറേഴ്സ്. ഇതുകൂടാതെ ഇന്ത്യയിലോട്ട്, ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് പല പ്രോഡക്റ്റുകളും വരുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് തിരിച്ചും അത്തരമൊരു വ്യാപാരം നമുക്ക് തുടങ്ങുന്നതും ഈ പോകുന്ന കപ്പലുകളിൽ നമ്മുടെ കണ്ടെയ്നറും കയറി പോകുമ്പോഴാണ് പോർട്ട് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടായി എന്ന് പറയാൻ കഴിയുക. അപ്പോൾ അതിന് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട്. വി ആർ സെക്കൻഡ് ലാർജസ്റ്റ് EV മാർക്കറ്റ് ഇൻ ദ വേൾഡ്. നമ്മൾ തന്നെ ലോകത്തിൽ ഏറ്റവും വലിയൊരു വിപണിയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് പറയാം, ഇത്തരം സ്കൂട്ടറുകളെല്ലാം ഞങ്ങളുടെ റോഡുകളിൽ ഓടി വളരെയധികം അനുഭവജ്ഞാനമുള്ളവയാണ്, പ്രൂവണാണ്. മാർക്കറ്റിൽ, റോഡിൽ അത് പ്രൂവ് ചെയ്തു. അതിൻ്റെ ക്രെഡിബിലിറ്റി, അതിൻ്റെ വിശ്വാസ്യത തെളിയിച്ച ബ്രാൻഡുകളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ബാക്കപ്പ്, സപ്പോർട്ട്, സർവീസ് എല്ലാം ഞങ്ങൾ ഉറപ്പ് നൽകാം എന്ന് പറയുന്ന തരത്തിലൊരു സന്ദേശം അതാത് രാജ്യങ്ങളിൽ കൊടുക്കാം. ബജാജ് TVS എക്സ്പോർട്ടിംഗ് 50% ഓഫ് ദെയർ പ്രൊഡക്ഷൻ. അത് EV അല്ല, അവരുടെ 2 വീലേഴ്സ്, നോർമൽ 2 വീലേഴ്സ്, കൺവെൻഷണൽ 2 വീലേഴ്സ് പ്രൊഡക്ഷൻ്റെ 50%ഓളം അവർ വിൽക്കുന്നു. എക്സ്പോർട്ട് ലെസ് ദാൻ 2%. ഇപ്പോൾ ഉള്ളത് മാനുഫാക്ചറിങ്ങിൻ്റെ 2%, ലെസ് ദാൻ 2% ആണ് ഇപ്പോൾ ഉള്ള എക്സ്പോർട്ട്. അപ്പോൾ 98% നമുക്ക് മാർക്കറ്റ് കിടപ്പുണ്ട്. ധൈര്യമായിട്ട് നമുക്ക് കോർട്ടിലോട്ട് ഇറങ്ങി കളി തുടങ്ങാം. എന്തായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്?
നമ്മളങ്ങ് തുടങ്ങുന്നു. കപ്പൽ നിർമ്മാണം നമ്മളങ്ങ് തുടങ്ങുന്നു. വേണമെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഞങ്ങളുടെ കൂടെ വരിക. ഇതാണ് നമ്മുടെ സമീപനം. ഇപ്പോഴും സമീപനം അത് തന്നെയാണ്. ഞങ്ങൾ ആർക്കും വേണ്ടി ഇനി കാത്തു നിൽക്കുന്നില്ല. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഗവൺമെൻറ് വേണമെങ്കിൽ ജനങ്ങളോടൊപ്പം ചേരണം. കാരണം ജനമാണ് പരമാധികാരി. നമ്മൾ പറഞ്ഞ അതേ കാര്യം കേന്ദ്ര സർക്കാർ ഗവൺമെൻറ്റുകൾക്ക് എഴുതി താല്പര്യമുള്ളവർ ബന്ധപ്പെടണം. 3 സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടു. ഗവൺമെൻറ് അടുത്ത ലെവലിലോട്ടും പോയി. ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റേഴ്സ് ടു കം അപ്പ് ഇൻ 5 സ്റ്റേറ്റ്സ് സെയ്സ് സർബാനന്ദ സോണോവാൾ. 5 സംസ്ഥാനങ്ങളിൽ വരുമെന്ന് കേന്ദ്രം അങ്ങ് തീരുമാനിക്കുന്നു. കേന്ദ്രം നമ്മളെക്കാൾ ശക്തമായിട്ടാണ് പറയുന്നത്. ഞങ്ങളങ്ങ് തീരുമാനിച്ചു മുന്നോട്ട് പോകാൻ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരിക, ആവശ്യമില്ലാത്തവർ മാറിപ്പോവുക. അങ്ങനെ 5 ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തിൽ കേരളമുണ്ട്. സർക്കാരിൻ്റെ ലിസ്റ്റിൽ, കേന്ദ്ര സർക്കാരിൻ്റെ ലിസ്റ്റിൽ കേരളമുണ്ട്. Recognizing the strategic importance of shipbuilding and ship repair, the ministry is developing dedicated clusters in Maharashtra, Kerala, Andhra Pradesh, Odisha and Gujarat. ഇനി കാര്യങ്ങളങ്ങ് വളരെ വേഗതയിൽ മുന്നോട്ട് പോകും. മടിച്ചു നിൽക്കുന്നവരെല്ലാം പുറത്തു പോകും. ഈ ഓട്ടത്തിൽ കൂടെ ചേരാൻ പറ്റുന്നവർക്ക് ഈ മാരത്തോൺ റേസിൽ പങ്കെടുക്കാം. ഇല്ലാത്തവർക്ക് വേണ്ട, കാഴ്ചക്കാരായി ഗ്യാലറിയിലിരിക്കാം. ഇങ്ങനെ കേരളം കാഴ്ചക്കാരായി ഇരിക്കാൻ പോവുകയാണെങ്കിൽ ജനങ്ങൾ അതിന് തയ്യാറല്ല എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ റിപ്പോർട്ടുകളിലൂടെ അതെങ്ങനെയെന്ന് കൂടുതൽ വ്യക്തമാക്കാം. എന്തായാലും കേരളത്തിൻ്റെ പേര് വളരെ അപൂർവമായിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ കേരളത്തിൻ്റെ പേര് വരുന്നത്. വളരെ അപൂർവമാണ്. ഇതിൽ കേരളത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തെ ക്യാപിറ്റൽ ഷിപ്പ്യാർഡായി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതല. ആ ചുമതല സംസ്ഥാന സർക്കാർ നിർവഹിച്ചില്ലെങ്കിൽ അത് പരമാധികാരികളായ ജനങ്ങൾക്ക് പൂരിപ്പിക്കാൻ വിട്ടുതരുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.